നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഞാൻ നിർബന്ധിച്ച് വിളിച്ചതുകൊണ്ടാ അവൾ ഇങ്ങോട്ട് വന്നത്. ചേച്ചി പറയുന്നത് അനുസരിക്കണമെന്നതും അനിയത്തിയുടെ ഉത്തരവാദിത്തത്തിൽപ്പെടും. അത് വിവാഹത്തിന് മുമ്പുള്ള കാര്യം. വിവാഹം കഴിഞ്ഞാൽ പിന്നെ ഭർത്താവിനാണ് ഭാര്യയുടെ മേൽ അധികാരം. ഭർത്താവിന്റെ വാക്കുകളാണ് അവൾ അനുസരിക്കേണ്ടത്. അല്ലെങ്കിൽ പിന്നെ എന്തിനാ നാലാള് കാണുക താലിയൊക്കെ കെട്ടി മുറുക്കി ഭാര്യയാണെന്ന് പറഞ്ഞ് കൊണ്ടു നടക്കുന്നത്? താലി കെട്ടി എന്ന് വെച്ച് പെണ്ണ് ആരുടെയും അടിമയൊന്നും ആവുന്നില്ല. അടിമയാക്കാൻ ഉദ്ദേശിച്ചിട്ടുമില്ല. ഭാര്യയുടെ ഭാവി ജീവിതത്തിന് വളരെ ഗുണകരമാകുന്ന ഒരു ചുമതലയെ ഞാൻ ഏൽപ്പിച്ചിട്ടുള്ളൂ. മോനെ വിക്രം, നിർത്ത്. ഇങ്ങോട്ടിരിക്കെ. മുത്തശ്ശി പറയട്ടെ, ഇങ്ങോട്ടിരിക്കെ. വിക്രമിന്റെ വന്ദനയുടെ സ്വന്തം മുത്തശ്ശിയാ ഞാൻ. ആ അധികാരം വെച്ച് പറയുക. നിങ്ങൾ രണ്ടുപേരും കൂടെ ഇങ്ങനെ വഴക്കടിക്കാനാണോ ഭാവം? മുത്തശ്ശി, വഴക്കടിക്കാനൊന്നും അല്ല ഞാൻ വന്നത്. വളരെ നേരം കാത്തുനിന്ന് മുഷിഞ്ഞ് പ്രോഡക്റ്റ് കിട്ടിയില്ല എന്നൊരു കസ്റ്റമർ വിളിച്ച് പരാതി പറഞ്ഞിരിക്കുന്നു. വി ഫാർമയുടെ പ്രോഡക്റ്റ് ബുക്ക് ചെയ്താലും സമയത്തും കാലത്ത് കിട്ടാൻ പോകുന്നില്ല എന്നൊരു പ്രചരണം ഉണ്ടാവില്ലേ? അത് ബിസിനസിനെ പ്രതികൂലമായി ബാധിക്കില്ലേ? വന്ദന ചേച്ചി വർഷയെ നിർബന്ധിച്ച് വിളിച്ചുകൊണ്ടുവന്നാണെങ്കിൽ ചേച്ചിയും തെറ്റുകാരിയാണെന്ന് ഞാൻ തറപ്പിച്ചു പറയും. ഏൽപ്പിച്ച ഉത്തരവാദിത്തത്തിൽ നിന്ന് വഴിമാറാൻ പാടില്ല. മോനെ, നീ പറയുന്നത് 100% ശരിയാ. ബിസിനസ്സുകാരന്റെ കെട്ടുറപ്പാണ് നോക്കേണ്ടത്. വന്ദന ചേച്ചി തർക്കം ഒച്ചയൊന്നും ഉണ്ടാക്കുന്ന രീതിക്കാരി ആയിരുന്നില്ലല്ലോ. ഇപ്പൊ ഇത് എന്തു പറ്റി? വന്ദനേച്ചിയും വർഷയും തമ്മില് രണ്ട് ശരീരവും ഒരു മനസ്സുമായിട്ട് ഇവിടെ കഴിഞ്ഞിരുന്നു. അതിന്റെ ആഫ്റ്റർ എഫക്ട്സാ ഈ കാണുന്നതൊക്കെ. നിനക്കെന്താ ഒന്നും പറയാനില്ലേ വന്ദന? അച്ഛമ്മേ, ഹരിത ഗർഭിണിയാണെന്ന വിശേഷം വർഷ അറിഞ്ഞതാണല്ലോ. ഈ വീട്ടിൽ വന്ന് നാത്തൂനെ ഒന്ന് കാണേണ്ട ഉത്തരവാദിത്തം വർഷിക്കൂലേ? ആ ഒരു കാര്യം മുന്നിൽ കണ്ടോണ്ടാ ഞാനിവളെ നിർബന്ധിച്ചു കൂട്ടിക്കൊണ്ടുവന്നത്. അത് തെറ്റായി പോയെങ്കിൽ ഞാൻ പറഞ്ഞതെല്ലാം പിൻവലിച്ചിരിക്കുന്നു. ഞാനെല്ലാം കേട്ടു. തൽക്കാലത്തേക്കെങ്കിലും ഇപ്പൊ നടന്നതെല്ലാം വിക്രം ക്ഷമിച്ചേക്ക്. അയ്യോ അമ്മേ, എനിക്കങ്ങനെയൊന്നുമില്ല. ഞാൻ ഈ വീട്ടിലൊരു അംഗമല്ലേ. വിക്രം വന്ന സ്ഥിതിക്ക് നമുക്ക് എല്ലാവർക്കും കൂടി ഇരുന്ന് ഊണ് കഴിച്ചിട്ട് പോയാ മതി. എന്താ മോനെ? അമ്മ എന്ത് പറഞ്ഞാലും ഞാനതനുസരിക്കാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.